2022 അവസാനത്തിൽ അമേരിക്കയിലെ ഇഡാഹോ സർവകലാശാലയ്ക്ക് സമീപമുള്ള ഒരു വാടക വീട്ടിൽ അതിക്രമിച്ചു കയറി 4 വിദ്യാർത്ഥികളെ അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയ ബ്രയാൻ കോഹ്ബർഗറിന് 2025 ജൂലൈ 23 കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയായിരുന്നു. 2022 നവംബർ 13 മാഡിസൺ മോഗൻ, സാന കെർണോഡിൽ, കെയ്ലി ഗോൺകാൽവ്സ്, ഈതൻ ചാപ്പിൻ എന്നിവരെ കൊലപ്പെടുത്തിയതിനായിരുന്നു 30-കാരനായ കോഹ്ബർഗറിനെ പരോളില്ലാത്ത ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് കോടതി വിധിച്ചത്. എന്നാൽ ക്രിസ്തുവിന്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ വലിയ വിശ്വാസ സാക്ഷ്യമായി ആ കോടതി മുറി മാറുന്ന കാഴ്ചകൾക്കാണ് ഏവരും സാക്ഷ്യം വഹിച്ചത്. നിറമിഴികളോടെയല്ലാതെ ആർക്കും കണ്ടിരിക്കാൻ കഴിയാത്ത രംഗങ്ങൾ. കുറ്റം സമ്മതിച്ച പ്രതി കോഹ്ബർഗറെ അഭിസംബോധന ചെയ്ത് സാനയുടെ അമ്മ കയറ നോർത്തിങ്ടൺ കോടതി മുറിയിൽ വികാരഭരിതമായി നൽകിയ സന്ദേശം ഇങ്ങനെയായിരുന്നു: എന്റെ മകൾ ആന്തരികമായും ഭൗതികമായും സുന്ദരിയായിരുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നെന്നും നിലനിൽക്കുന്നത്ര തിളക്കമുള്ള ഒരു പ്രകാശം അവൾക്കുണ്ടായിരുന്നു. അവളുടെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും അവളുടെ സാന്നിധ്യത്തിലുള്ള എല്ലാവർക്കും അവൾ സന്തോഷവും ആനന്ദവും പകർന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു ഇപ്പോൾ സ്വർഗത്തിൽ തന്റെ സ്നേഹനിർഭരമായ കരങ്ങളിൽ അവളെ വഹിക്കുന്നുവെന്നും അവിടെ അവൾ പരിപൂർണ സുരക്ഷിതയാണെന്നും നോർത്തിങ്ടൺ പറഞ്ഞു. തുടർന്ന് ആ അമ്മ പങ്കുവച്ച വാക്കുകൾ വലിയ വിശ്വാസ പ്രഘോഷണത്തിൻ്റെതായിരുന്നു. സാനയുടെ വിയോഗം തന്നെ യേശുക്രിസ്തുവിലേക്ക് അടുപ്പിച്ചുവെന്നും തന്റെ മകൾ കാരണം മറ്റു പലരും കർത്താവിനെ അറിയുമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും അവർ പറഞ്ഞു. സാനയുടെ മരണത്തിന് മുൻപും ശേഷവും നോർത്തിങ്ടൺ ലഹരിയുമായി മല്ലിടുന്ന ജീവിതത്തിന് ഉടമയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിനു ശേഷം സന്തോഷവും പ്രത്യാശയും സമാധാനവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തന്റെ മകളെ കൊന്ന കൊലയാളിയോട് ക്ഷമിക്കാൻ യേശു തന്നെ അനുവദിച്ചുവെന്ന് അവർ പറഞ്ഞു. പക്ഷേ അതിൽ താൻ ഖേദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇത് സാധ്യമാകുന്നത് തന്നിൽ വസിക്കുന്ന ദൈവം ഈ ലോകത്തിലെ ഏതൊരു തിന്മയെക്കാളും വലിയവനായതുകൊണ്ടാണെന്നും ആ അമ്മ ഉറക്കെ പ്രഘോഷിച്ചു. അവൾ തുടർന്നു: ഞാൻ നിങ്ങളെ ഭയപ്പെടുന്നില്ല. നിങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും മേൽ വരുത്തിയ എല്ലാ തിന്മകളിൽ നിന്നും ഈ ക്ഷമ എന്നെ മോചിപ്പിച്ചുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ക്രിസ്തുവിനെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഈ അവസരം കാരണമായി. നിങ്ങളുടെ ജീവിത അവസാനത്തിന് മുൻപായി ഒരിക്കലെങ്കിലും നമ്മുടെ രക്ഷകനായ കർത്താവിനോട് നിങ്ങളുടെ ഹൃദയത്തിൽ മാപ്പപേക്ഷിക്കുകയും മനസ്തപിച്ച് ക്ഷമ അഭ്യർത്ഥിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നും ആ അമ്മ വിതുമ്പിയ സ്വരത്തിൽ നിറമിഴികളോടെ പറഞ്ഞു. വിശ്വാസത്തിന്റെ പരിച ധരിച്ച് ദൈവത്തിൽ ശക്തി പ്രാപിക്കാൻ വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലെ വാക്കുകളും അവർ എടുത്തു പറഞ്ഞു. 10 മാസത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെയാണ് കാര യേശുവിനെ കണ്ടെത്തിയത്. അവിടെ നിന്നാണ് അവളുടെ വിശ്വാസയാത്ര ആരംഭിക്കുന്നത്. ഒടുവിൽ തന്റെ മകളുടെ കൊലയാളിയോട് ക്ഷമിക്കുന്നതിലേക്ക് ആ ക്രൈസ്തവ വിശ്വാസം അവളെ നയിച്ചു. ഈ മാസം ആദ്യം കോഹ്ബർഗർ കുറ്റം സമ്മതിക്കുകയും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയുമായിരുന്നു. കോഹ്ബർഗറിന് ക്ഷമ നൽകാൻ വിശ്വാസം തനിക്ക് ശക്തി നൽകിയെന്ന് നോർത്തിങ്ടൺ പങ്കുവച്ചു. വേദനയിൽ നിന്ന് അവളെ സുഖപ്പെടുത്തുന്നതിനുള്ള ദൈവത്തിന്റെ മാർഗമാകുകയായിരുന്നു കണ്ണ് നനയിക്കുന്ന അവളുടെ വാക്കുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.